തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിനെ പഴിക്കേണ്ടെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് എം രാജ്യസഭാ സീറ്റ് ലഭിച്ച സാഹചര്യത്തിലാണ് നിലപാട് മാറ്റം. ഈ മാസം 23-ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയാകുമെങ്കിലും സർക്കാരിനെതിരായ വിമർശനം ഉണ്ടായേക്കില്ല. തോൽവിക്ക് പിന്നാലെ ജോസ് കെ മാണി പറഞ്ഞത് UDF അനുകൂല തരംഗമുണ്ടായി എന്നാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് പാർട്ടി വിലയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇനി മുതൽ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വിമർശിച്ച് മുഖ്യമന്ത്രിയെയും CPM-നെയും പ്രതിരോധത്തിലാക്കേണ്ട എന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് CPM വിട്ടു നൽകിയത് കൂടി കണക്കിലെടുത്താണ് ഈ നിലപാട് മാറ്റം. പരസ്യമായ ഒരു വിമർശനവും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടായേക്കില്ല. ഒരിക്കലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നോക്കുന്നത് ഡൽഹിക്കാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ഇത്തവണ ഇന്ത്യ ഒട്ടാകെ പ്രതിഫലിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊന്നും ശരിയായ ഒരു രാഷ്ട്രീയ വിലയിരുത്തലല്ല. ചില സാഹചര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കും. അത് പക്ഷേ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടി 23-ാം തീയതി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. കോട്ടയത്തെ തോൽവിയടക്കം വിശദമായി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായേക്കില്ല. ഒരു വശത്ത് സർക്കാരിനെതിരെ CPI കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് നിലപാട് മാറ്റിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ടോബി ജോൺസൺ, 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.